ഭാഗം 4. പാരീസ് യാത്ര. 1891 നവംബർ. യൂറോപ്പിൽ ശീതകാലം. മാരിയ തൻ്റെ ഉപരിപഠനത്തിനായി ചേച്ചി ബ്രോണിയയുടെ സഹായത്തോടെ പാരീസിലേക്ക് യാത്ര പുറപ്പെട്ടു. തീവണ്ടിയിലാണ് യാത്ര. വർസായിൽ നിന്ന് പാരീസിലേക്ക് ദൂരം ഏകദേശം 1366 കിലോമീറ്റർ. യാത്രയിൽ കഴിക്കാനുള്ള ആഹാരം, ഒരു മടക്ക് കസേര, ഒരു പുതപ്പ്, ഇത്രയുമാണ് പ്രധാന ലഗേജ്. 4ാം ക്ലാസ്സിൽ, അതായത് 3ാം ക്ലാസ്സിലും താഴെ അന്നുണ്ടായിരുന്ന സാധുക്കൾ സഞ്ചരിക്കുന്ന ക്ലാസ്, അതാണ് യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. ബോഗിയിൽ സീറ്റുകളില്ല, നിലത്തിരിക്കണം. പക്ഷേ തൻ്റെ ചിരകാലാഭിലാഷമായ യാത്രയായതുകൊണ്ട് അസൗകര്യങ്ങൾ മാരിയെ അലട്ടിയതേയില്ല. പാരീസിലെത്തി. താമസം തൽക്കാലം ബ്രോണിയയുടെ കൂടെ. ബ്രോണിയയുടെ ഭർത്താവ് കാസിമിയേഴ്സ് ദ്യുസ്കി മാരിയയ്ക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്നു. ഒരു അസൗകര്യം മാത്രം: സോർബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് കുതിരവണ്ടിയിൽ പോകണം. 1 മണിക്കൂർ വേണം ഈ യാത്രയ്ക്ക്. പാരീസിലെ വിശ്വപ്രസിദ്ധ സർവകലാശാലയായ സോർബോണിൽ പ്രവേശനം ലഭിച്ച മാരിയ സന്തോഷവതിയായിരുന്നു. ചെറിയ അസൗകര്യങ്ങൾ സാരമില്ല. ബ്രോണിയയുടെ കൂടെ താമസിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. സ്വരാജ്യാഭിമാനിയായ ദ്യുസ്കിയെ കാണാൻ വാരാന്ത്യത്തിൽ അനേകം പോളണ്ടുകാർ വരുമായിരുന്നു. അവരുമായി കുറച്ചെങ്കിലും സംഭാഷണത്തിൽ മാരിയയ്ക്കും പങ്കെടുക്കേണ്ടി വന്നു. ഇത് പഠന സമയത്തെ ബാധിച്ചു. കൂടാതെ സോർബോണിലേക്കുള്ള യാത്ര മൂലം 2 മണിക്കൂറിൻ്റെ നഷ്ടം. ഇതിനാൽ സർവകലാശാലയ്ക്കടുത്ത് ലത്തീൻ ക്വാർട്ടറിൽ ഒരു ചെറിയ മുറിയിൽ വാടകക്കാരിയായി താമസിക്കാൻ മാരിയ തീരുമാനിച്ചു. അവിടെ നിന്നും കാൽനടയായി സോർബോണിലെത്താം. തനിച്ചുള്ള ഈ താമസം പഠനത്തെ സഹായിച്ചു. പക്ഷേ ഇത് മാരിയയുടെ ആരോഗ്യത്തെ ബാധിച്ചു. കാര്യമായ പാചകമൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അതിൽ താല്പര്യവും ഇല്ലായിരുന്നു. പലപ്പോഴും ഭക്ഷണം സമയത്തിന് കഴിക്കാതെയായി. ചില ദിവസങ്ങളിൽ ഭക്ഷണമേ ഇല്ല. ഭക്ഷണമെന്നാൽ വെറും റൊട്ടിയും കട്ടൻ ചായയും മാത്രമായിരുന്നു. ഒരിക്കൽ മുറിയിൽ ബോധം നശിച്ച് വീണുപോയി. ഇതറിഞ്ഞ് ബ്രോണിയയും ദ്യുസ്കിയും വാടക വീട്ടിൽ നിന്നും മാരിയയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദ്യുസ്കി അവളോട് ചോദിച്ചു, "നീ ഇന്നലെ വല്ല ആഹാരവും കഴിച്ചുവോ?" മാരിയ, "ഉവ്വല്ലോ, കുറച്ച് ചെറിപ്പഴം തിന്നു." ദ്യുസ്കി, "പിന്നെ?" മാരിയ, "അതും മതിയായിരുന്നു എനിക്ക്." ഉടനെ തന്നെ ബ്രോണിയ അവളെ നിർബന്ധിച്ച് നല്ല ഭക്ഷണം കഴിപ്പിച്ചു. മുട്ട, ഇറച്ചി, സസ്യങ്ങൾ, പാൽ, ചീസ് എല്ലാം ചേർത്ത് സമീകൃതാഹാരം. പക്ഷേ വീണ്ടും വാടകമുറിയിലെത്തിയപ്പോൾ മാരിയ പഴയ പോലെയായി. തൻ്റെ മിതവ്യയ ശീലത്തെപ്പറ്റി മാരിയ ഇങ്ങനെ ഓർക്കുന്നു: "എൻ്റെ കാര്യം പോലെ തന്നെയായിരുന്നു മറ്റനേകം പാവപ്പെട്ട പോളിഷ് വിദ്യാർത്ഥികളുടെയും കാര്യം." ഒരു കാര്യം മാരിയയ്ക്ക് പെട്ടെന്ന് ബോധ്യമായി: പോളണ്ടിൽ വെച്ച് താൻ പഠിച്ച ഗണിതവും ശാസ്ത്രവും ഒന്നും പോരാ ഫ്രാൻസിലെ പഠനത്തിന്. സോർബോൺ സർവകലാശാലയുടെ സ്റ്റാൻഡേർഡ് വളരെ ഉന്നതമായിരുന്നു. മറ്റ് ഫ്രഞ്ച് വിദ്യാർത്ഥികളോടൊപ്പം എത്താൻ മാരിയ കഠിന പരിശ്രമം നടത്തി. അതിനിടയിൽ ഊണിനും ഉറക്കത്തിനും മറ്റും സമയം എവിടെ? മാരിയയുടെ നിരന്തരമായ പരിശ്രമത്തിന് ഫലം കിട്ടി. 1893 ഫിസിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക്, ഗണിത പരീക്ഷയിൽ 2ാം റാങ്കും അവൾക്കാണ് കിട്ടിയത്. ഫ്രഞ്ച് അധ്യാപകർ ഈ പോളണ്ടുകാരി പെൺകുട്ടിയുടെ മികവ് അംഗീകരിച്ചു. ചെറിയൊരു സ്കോളർഷിപ്പും നൽകി. ഇനി ഗവേഷണം നടത്തണം. അതിനായി ഒരു ലബോറട്ടറിയിൽ പ്രവർത്തന സ്ഥലം ലഭ്യമാക്കണം. ഇക്കാര്യത്തിൽ സോർബോണിലെ അധ്യാപകരുടെ പ്രോത്സാഹനം മിടുക്കിയായ ഈ വിദേശി പെൺകുട്ടിക്ക് കിട്ടി. പോൾ ആസ്പെയിൽ, ഗബ്രിയേൽ ലിപ്മാൻ, എഡ്മോണ്ട് ബൂട്ടി, ഷാറൽ മോറേങ്, ഴാങ് മുതലായവർക്കെല്ലാം മാരിയയെ ഇഷ്ടമായിരുന്നു. ഇവരിൽ ഗബ്രിയേൽ ലിപ്മാനാണ് പിന്നീട് മാരിയയുടെ ഡോക്ടറൽ ഗവേഷണത്തിൻ്റെ ഗൈഡായി സഹായിച്ചത്. ഭാഗം 5. ഗവേഷണ ജീവിതത്തിൻ്റെ തുടക്കം, പ്രണയത്തിൻ്റെയും. അക്കാലത്ത് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വളരെ കുറവായിരുന്നു. ഒരു സ്ത്രീ ഗവേഷകയ്ക്ക് പ്രവർത്തിക്കാൻ ലബോറട്ടറി സ്ഥലം കിട്ടുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ ഒരു പോളിഷ് ശാസ്ത്രജ്ഞൻ സഹായിച്ചു. പ്രൊഫസർ ജോസഫ് കോവാൽസ്കി മാരിയോട് പ്രൊഫസർ പിയർ ക്യൂറി എന്നൊരു ശാസ്ത്രജ്ഞൻ്റെ ലബോറട്ടറിയിൽ ഒരുപക്ഷെ ഗവേഷണ സൗകര്യം കിട്ടിയേക്കാം എന്ന് പറഞ്ഞു.
മാത്രമല്ല, അദ്ദേഹം ഒരു ചെറിയ ഡിന്നർ പാർട്ടി നടത്തുകയും പിയർ ക്യൂറിയെയും മാരി സ്കോവോദോവസ്കിയെയും ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ആദ്യ സമാഗമം മാരിയ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു. നല്ല പൊക്കമുള്ള ഒരു ഗൗരവക്കാരനായിരുന്നു പിയർ ക്യൂറി. വസ്ത്രധാരണത്തിൽ അലസനും അശ്രദ്ധയുള്ളവനും ശാന്തമായ കണ്ണുകൾ. ഈ ലോകത്തിൽ സയൻസ് ഒഴിച്ച് മറ്റൊന്നിനോടും താല്പര്യമില്ല എന്ന ഭാവം. ആകെ കൂടി ഒരു ഗൗരവമൂർത്തിയായ സുന്ദര പുരുഷൻ. 1894 ആ സമാഗമം. പിയർ ആകട്ടെ തൻ്റെ പുതിയ പരിചയക്കാരിയെ മാരിയെ കണ്ടയുടൻ അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. അവികസിത രാഷ്ട്രമായ പോളണ്ടിൽ നിന്ന് പാരീസിലെത്തി ആദ്യ പരീക്ഷയിൽ ഫിസിക്സിന് 1ാം റാങ്ക് നേടിയ മാരിയെ പിയർ മനസ്സാ അഭിനന്ദിച്ചു. പക്ഷേ മനസ്സാ മാത്രം. ഗൗരവക്കാരൻ ഒന്നും പറഞ്ഞില്ല. സംഭാഷണം ഫിസിക്സിനെപ്പറ്റി മാത്രമായിരുന്നു. പിയർ ക്യൂറിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ആരുമുണ്ടായിരുന്നില്ല. 15 വർഷങ്ങൾക്ക് മുമ്പൊരു പ്രണയബന്ധം അന്ന് 20കാരനായ പിയറിനുണ്ടായിരുന്നു. പക്ഷേ അവൾ അകാല ചരമം പ്രാപിച്ചു. പിന്നീട് സ്ത്രീകളുമായി ഒരു സമ്പർക്കവുമില്ലാതെ ജീവിക്കുകയായിരുന്നു പിയർ. ഈ പുതിയ വിദേശ പെൺകുട്ടിയെ കാണുന്നതുവരെ മാരിയയുടെ ബുദ്ധിശക്തിയും ശാസ്ത്രപ്രേമവും പിയറിനെ ആകർഷിച്ചു. പിയറിനെ പറ്റി മാരിയ തൻ്റെ ആത്മകഥാക്കുറിപ്പുകളിൽ ഇങ്ങനെ പറയുന്നു: ഗൗരവമേറിയതും എന്നാൽ സൗമ്യവുമായ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചു. സ്വന്തം ചിന്തകളിൽ മുഴുകി നടക്കുന്ന ഒരു സ്വപ്നജീവിയുടെ അലസമായ വ്യക്തിത്വം. ഏതായാലും ഈ പരിചയം മൂലം മാരിയയ്ക്ക് ഗവേഷണം ചെയ്യാൻ ചെറിയ ഒരിടം മുനിസിപ്പൽ സ്കൂൾ ലബോറട്ടറിയിൽ കിട്ടി. ഗവേഷണ ഗൈഡായി പ്രശസ്ത സീനിയർ പ്രൊഫസറും പിയറിൻ്റെ തന്നെ ആദരപാത്രവുമായിരുന്ന പ്രൊഫസർ ഗബ്രിയേൽ ലിപ്മാൻ സഹായത്തിനെത്തി. ക്രിസ്റ്റലുകളിൽ വൈദ്യുതിയുടെ പ്രഭാവം ആയിരുന്നു ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത്. ഈ വിഷയത്തിൽ ലോകോത്തര പ്രശസ്തി നേടിയ ശാസ്ത്രജ്ഞനായിരുന്നു ലിപ്മാൻ. പിയറിൻ്റെ ഗവേഷണങ്ങളും ഈ മണ്ഡലത്തിലായിരുന്നു. പ്രൊഫസർ ലിപ്മാൻ്റെ ലബോറട്ടറിയിലും ആവശ്യമായ സ്ഥലം സൗകര്യവും അദ്ദേഹം മാരിയയ്ക്ക് ലഭ്യമാക്കി. സ്വന്തം ഡോക്ടറൽ ഗവേഷണത്തിൽ മാത്രമല്ല, പിയർ ക്യൂറിയുടെ PhD ഗവേഷണത്തിലും മാരിയ ശക്തമായ താൽപ്പര്യമെടുത്തു. 15 കൊല്ലമായ ഗവേഷണങ്ങൾ വിജയകരമായി നടത്തിവരികയായിരുന്നുവെങ്കിലും പിയർ ക്യൂറി അതെല്ലാം വിസ്തരിച്ച് ഒരു ഡോക്ടറൽ പ്രബന്ധം ആക്കാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ മാരിയ പിയറിൻ്റെ ഈ അലസ മനോഭാവം മാറ്റിയെടുത്തു. ഒടുവിൽ പിയർ ക്യൂറി PhD പ്രബന്ധം സമർപ്പിക്കുകയും 1895 മാർച്ചിൽ ഫിസിക്സിൽ PhD ബിരുദം നേടുകയും ചെയ്തു. മുനിസിപ്പൽ സ്കൂളിലെ ജോലിയിലും പ്രമോഷൻ കിട്ടി. പിയർ ക്യൂറി പ്രൊഫസർ പദവിയിലേക്ക് ഉയർന്നു. ക്രിസ്റ്റലുകളുടെ കാന്തിക പ്രഭാവങ്ങളായിരുന്നു പിയറിൻ്റെ ഇഷ്ട ശാസ്ത്രമണ്ഡലം. മാരിയയ്ക്ക് ലാറ്റിൻ ക്വാർട്ടറിലെ ഒറ്റയ്ക്കുള്ള താമസം ദുരിതമായിരുന്നു. ദാരിദ്ര്യം മൂലം ശീതകാലത്ത് അവൾ മുറി ചൂടാക്കുമായിരുന്നില്ല. പകരം ഉള്ള വസ്ത്രങ്ങളെല്ലാം ഒന്നിനുമീതെ ഒന്നായി ധരിച്ച് തണുപ്പിൽ നിന്നും ആവുന്നത്ര രക്ഷ നേടിയിരുന്നു. പിയറിനെ ആദ്യം കണ്ടപ്പോൾ എന്തു തോന്നി? മാരിയ ഡയറിയിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവഭാവവും സൗമ്യതയും ഒരുപോലെ കണ്ടു. ഒരുതരം അശ്രദ്ധയും അലസതയും കൂടി ഉണ്ടായിരുന്നു. സ്വന്തം സ്വപ്നങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരാൾ. മാരിയയുമായി അടുത്തപ്പോൾ പിയർ സാവധാനം താൻ പോലും മനസ്സിലാകാത്ത വിധത്തിൽ പ്രണയബദ്ധനാവുകയായിരുന്നു. ആദ്യ കാമുകിയുടെ അകാല ചരമം സൃഷ്ടിച്ച ദുഃഖം മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുകയായിരുന്നു പിയർ. എങ്കിലും മാരിയയുടെ ശാസ്ത്രപ്രേമം പിയറിനെ ആകർഷിച്ചു. ഭാഗം 4ഉം 5ഉമാണ് ഞാനിന്നിവിടെ വായിച്ച് അവതരിപ്പിച്ചത്. ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.